പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. GCDയെ ആദ്യം പറഞ്ഞിരുന്ന വാടക 2 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കാലു മാറിയിരിക്കുകയാണ്. GCDയെ 2 ലക്ഷം രൂപ വാടക എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നും മാറ്റമെടുത്തിരിക്കുകയാണ്. 2 ലക്ഷം രൂപ വാടക ഇപ്പോൾ 4 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ആദ്യം ധാരണയിലെത്തിയതിനു ശേഷമാണിപ്പോൾ കാലു മാറിയിരിക്കുന്നത്. അങ്ങനെ ഇന്നിപ്പോൾ GCDയെ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് മീറ്റ് നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടായിരുന്നു ഇന്ന് പ്രസ് മീറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അതും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലത്തെ ഒരു പ്രൊഫഷണൽ ക്ലബിൻ്റെ പ്രസ് മാച്ച് കോൺഫറൻസ് അതും അവസാന നിമിഷത്തിൽ ഇങ്ങനെ തടയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ആദ്യം 2 ലക്ഷം രൂപ വാടക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4 ലക്ഷം രൂപയായിട്ട് അവസാന നിമിഷമാണ് പറയുന്നത്. പെൻഡിങ് കരാർ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരെയും എല്ലാം മുറിയിൽ നിന്നും പുറത്താക്കിയത്. അവസാന നിമിഷത്തിൽ ഇത്തരത്തിൽ കാലു മാറുന്നതെല്ലാം കേരള ഫുട്ബോളിനെ സംബന്ധിച്ച് തന്നെ അപമാനമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനുശേഷം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. കേരള ഫുട്ബോൾ അസോസിയേഷൻ JLM കൊച്ചി സ്റ്റേഡിയത്തിന്റെ വാടക വർദ്ധിപ്പിക്കാൻ GCDയെ സ്വാധീനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഒരു തുക കൂട്ടാനുള്ള തീരുമാനത്തിന് പിന്നിൽ കേരള ഫുട്ബോൾ അസോസിയേഷന്റെയും ഇടപെടലുണ്ടായിരുന്നുവെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ഫുട്ബോളിന്റെ ഭാഗത്തു നിന്നും തീർത്തും തരം താഴ്ന്ന പ്രവൃത്തി തന്നെയാണ് ഇത്. ഈ ഒരു പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ നാളത്തെ മത്സരം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയത്തിലായിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി നാളത്തെ മത്സരം നടക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. എന്തായാലും മത്സരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.